ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ക്രിയേഷൻ. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം മെയ്ഡ് ഫിഷ് ഫ്രൈ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫിഷ് ഫ്രൈക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഏതാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തരാം. ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ലെമൺ, ജിഞ്ചർ, ഗാർലിക്, കറി ലീഫ്, പെപ്പർ പൗഡർ, റെഡ് ചില്ലി പൗഡർ, സോൾട്ട്, ഓയിൽ, ഫിഷ്, ഫിഷ് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെള്ളം ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചുമന്ന മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി, നാരങ്ങയുടെ നീര്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, എന്നിട്ട് കറി ലീവ്സും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ലൂസായിട്ട് വേണം നമ്മൾ എപ്പോഴും അരപ്പ് മിക്സ് ചെയ്യാൻ. ഇത് നമ്മുടെ ഈ ഫിഷ് ഉണ്ടല്ലോ, ഇത് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് നമ്മളുടെ ഈ അരപ്പ് ഇങ്ങനെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നന്നായി അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വരയൊക്കെ ഇടുന്നത്. നമ്മൾ ഉള്ളിലോട്ട് അരപ്പ് പിടിക്കത്തില്ല. ഇതേപോലെ എല്ലാ മീനിനും കണ്ടോ ഇങ്ങനെ നമ്മൾ അരപ്പ് തേച്ചെടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്താണ് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ലെമനൊക്കെ ഒഴിക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടലൊക്കെ വെക്കൂലേ, അതേപോലത്തെ ടേസ്റ്റ് കിട്ടും ഈ ഫിഷ് ഫ്രൈക്ക്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ എല്ലാ മീനിനും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ എല്ലാ മീനിനും ഞാൻ ഈ മസാലക്കൂട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് കാര്യമെന്ന് വെച്ചാൽ ഈ മസാലക്കൂട്ട് 2 സൈഡിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ ഈ നേരത്തെ പറയില്ലേ വലിയൊരു ഉള്ളിക്കയറുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നാൽ മാത്രമേ അത് വലിയൊരു ഉള്ളിക്കയറുള്ളൂ. ഓക്കെ, 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം. കൃത്യം 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഫിഷ് പുറത്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ഇത് കറിവേപ്പില കറിവേപ്പില എന്തിനാണ് മീനിൻ്റെ തോല് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. എടുത്തു വെക്കുക. വളരെ ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ തീ ഇട്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മളുടെ മീൻ കരിഞ്ഞു പോകും. അപ്പോൾ ഗ്യാസിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് ഇല്ലാത്തപ്പോൾ ആരും ഇങ്ങനെ കുക്ക് ചെയ്യല്ലോ അടുപ്പിലോട്ട്. ഓക്കെ, പിന്നെ വൺ സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പീസ് ലെമൺ എടുത്തിട്ട് ഒന്ന് പിരിഞ്ഞ് കൊടുക്കുക. ചെറിയൊരു പീസ് എടുക്കുകയാണ്. സൂപ്പർ, നല്ല ടേസ്റ്റും ആ പുളിപ്പും ആ എരിവും എല്ലാം കൂടി ആ ഉപ്പും എല്ലാം കൂടി പിടിച്ചിട്ടുണ്ട്. അത് നല്ല ഒരു ഫിഷ് ഫ്രൈ ആണ് ഇവിടെ. നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം പ്ലീസ്. ബൈ ബൈ.